AIP നേതാവ് രാഘവ് ഛദ്ദയെ രാജ്യസഭാ ഉപനേതൃസ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നിൽ പാർട്ടി കാര്യങ്ങളിലെ നിശബ്ദത. ഛദ്ദയോട് പാർട്ടി നേതൃത്വത്തിലുണ്ടായിരുന്നത് കടുത്ത അതൃപ്തി. പാർട്ടി പ്രതിരോധത്തിലായ ഘട്ടങ്ങളിൽ ഛദ്ദ മൗനം പാലിച്ചു എന്നതാണ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. അർജുൻ പീതാംബരൻ ഡൽഹി വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അദ്ദേഹത്തെ ഈ AIPയുടെ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉപനേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ളത് എന്ന രീതിയിൽ ചർച്ചകളുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഛദ്ദയുടെ ഭാഗത്തു നിന്നോ AIPയുടെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായി വന്നിട്ടുണ്ടോ? ഗോകുൽ ദില്ല, പാർട്ടിക്ക് ഈ രാഘവ് ഛദ്ദയെ സംബന്ധിച്ച് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അത് പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെ ഈ വിവരങ്ങൾ ഇപ്പോൾ പരസ്യമായി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകളിൽ പാർട്ടി കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും പല പ്രചാരണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പൊതുപരിപാടികളിൽ നിന്നും രാഘവ് ഛദ്ദ ഒഴിഞ്ഞു നിരുന്നു. അതിൽ നിന്നും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പാർട്ടിക്ക് വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ടാക്കി എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും, അത് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും അതുപോലെ തന്നെ സഞ്ജയ് സിംഗും ഉൾപ്പെടെയുള്ളവർ ജയിലിൽ പോയപ്പോൾ, ഈ മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ പോയപ്പോൾ അവിടെയെല്ലാം തന്നെ രാഘവ് ഛദ്ദ ഒരു മൗനം തുടരുകയാണ് ചെയ്തത്. പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ സമയത്ത് അദ്ദേഹം ചില ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്തായിരുന്നു. മടങ്ങി വന്ന ശേഷം അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായിട്ടും അദ്ദേഹത്തെ നേരിൽ പോയി കാണാനോ സംസാരിക്കാനോ കേന്ദ്ര സർക്കാരിനെതിരെയോ BJPക്കെതിരെയോ വിമർശനങ്ങൾ മുന്നോട്ട് വെക്കാനോ ഒന്നും തന്നെ രാഘവ് ഛദ്ദ തയ്യാറായിരുന്നില്ല. അതിനുശേഷവും BJPക്കെതിരെ ഒരു വലിയ തോതിലുള്ള വിമർശനങ്ങളോ ഒന്നും തന്നെ രാഘവ് ഛദ്ദയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നിരന്തരം ഡൽഹിയിലും പഞ്ചാബും കേന്ദ്രീകരിച്ച് ആം ആദ്മി പാർട്ടി പല തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ആ പരിപാടികളൊന്നും തന്നെ രാഘവ് ഛദ്ദ പങ്കെടുത്തിരുന്നില്ല. അതിനപ്പുറത്തേക്ക് പാർലമെന്റ് അദ്ദേഹം മറ്റു കാര്യങ്ങൾ, അതായത് ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള അപ്പുറത്തേക്ക് പല കാര്യങ്ങൾ ഉയർത്തി സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും തന്നെ BJPക്കെതിരായിട്ടോ BJPക്ക് വിമർശനമായിട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളടക്കം ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിക്ക് കാരണമായത്. എന്നാൽ എന്തുകൊണ്ട് തന്നെ പുറത്താക്കിയതെന്നുള്ള കാര്യത്തിൽ രാഘവ് ഛദ്ദയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഗോകുൽ ദില്ല. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സമയത്ത് വളരെ ശ്രദ്ധേയനായൊരു യുവമുഖമായിരുന്നു. പാർലമെന്റിലെ ചില ഇടപെടലുകൾ ഈ അടുത്തൊക്കെ വലിയ കൈയ്യടി നേടുകയും വലിയ ശ്രദ്ധ നേടുകയും ചെയ്തതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.